ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം കിട്ടുക, ലാളന കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒത്തിരി പേര് അതിനുവേണ്ടി എന്തും ചെയ്തു കൂട്ടാൻ തയ്യാറാകുന്ന ആ ഒരവസ്ഥയും നമ്മൾ കണ്ടെന്ന് വരും. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കാം. ഒരു 25ഓളം വയസ്സ് പ്രായമുള്ള ഒരു യുവതി വിവാഹം കഴിഞ്ഞ ഞാളുടെ ഒരു പ്രത്യേകത ഇടയ്ക്കെല്ലാം അവൾക്ക് ജന്മം നൽകിയ അമ്മയുടെ മടിയിൽ കിടക്കണം. എന്നിട്ട് അമ്മ അവളെ തലോടിക്കൊണ്ടിരിക്കണം. ആ ഒരു ലാളന അവൾക്ക് കൊതിയാണ്. ഒരു 15 വയസ്സ് പ്രായമുള്ള മറ്റൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്, അവളിങ്ങനെ അപ്പൻ്റെ മുമ്പിൽ പോയിരിക്കും. എന്നിട്ട് അപ്പൻ്റെ കൈ പിടിച്ച് അവിടെ തലയിൽ വെക്കും. എന്നിട്ട് അവളെ ഇങ്ങനെ തല മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ലാളന ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നിന്നെ ലാളിക്കും, കർത്താവ് നിന്നെ പാലൂട്ടും. ഇത് വെച്ച് നോക്കുമ്പോൾ പല ചെറുപ്പക്കാരുടെയും ഇടയിൽ പ്രസക്തിയുള്ള ഒരു പദമാണ് ബെസ്റ്റി. കർത്താവ് ചെയ്യുന്ന ഈ കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ബെസ്റ്റി എന്തെങ്കിലും ആണോ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. അവർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ദൈവം നമുക്ക് ചെയ്തു തരും എന്നുള്ളത്, അവിടുന്ന് നമ്മെ ലാളിക്കും, അവിടുന്ന് നമ്മെ പാലൂട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ വെളിച്ചത്തിൽ ഒരു 3 തരത്തിലുള്ള പാലൂട്ടിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പാപകരമായിട്ടുള്ളതുമുണ്ട്, മഹനീയമായിട്ടുള്ളതുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാം. ഏത് പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന, കൊതിക്കുന്ന ഒരു കാര്യമാണ് ലാളന, സ്നേഹം. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കാം. സുഭാഷിതങ്ങൾ 30:23 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സ്നേഹിക്കപ്പെടാത്ത ഭാര്യ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. സ്നേഹിക്കപ്പെടാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അവസ്ഥ. ഇന്ന് സ്നേഹരാഹിത്യം അനുഭവിച്ചത് കൊണ്ട് ഒരുപാട് വൈകൃതങ്ങൾ ജീവിതത്തിൽ വന്നവർ, അവരുടെ മനോഭാവത്തിലാണേലും പെരുമാറ്റത്തിലാണേലും വൈകൃതങ്ങൾ വന്നിരിക്കുന്നവരെ നമ്മൾ കണ്ടെത്തും. സ്നേഹിക്കപ്പെടാത്ത ഭാര്യ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 30:23 വചനം. ഏതാനും ചില വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് ഇവിടെ അപ്പനും അമ്മയ്ക്കും ഈ ഒരു കാര്യം വേണ്ടതുപോലെ ചെയ്യാൻ പറ്റില്ലായിരിക്കാം. നമ്മുടെ ബെസ്റ്റിക്ക് ഈ ഒരു കാര്യം വേണ്ടതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലായിരിക്കാം. ദൈവത്തിന് ചെയ്യാവുന്ന ഒരു കാര്യം മനുഷ്യർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 27:10 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. മാതാപിതാക്കൾക്ക് നൽകാൻ പറ്റാത്തതും ദൈവത്തിന് തരാൻ പറ്റും. ജെറമ്യാ 31:3 പറയുന്നത്, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവുമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മനുഷ്യരെക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിങ്കിലേക്ക് നോക്കി ഈ ലാളനയും ഈ സ്നേഹവും എടുക്കാൻ നമ്മൾ പരിശ്രമിക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2 തീമോത്തി 4:16 മുതൽ വായിക്കുമ്പോൾ, ഉറ്റവരും ഉടയവരും നമ്മൾ സ്നേഹിച്ചവർ, മിത്രമായിട്ട് കണ്ടവർ നമ്മെ കൈവിട്ടാലും കർത്താവ് കൈവിടത്തില്ല. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ആരും എൻ്റെ അഭിപ്രായം അംഗീകരിച്ചില്ല, മാനിച്ചു പോലുമില്ല. പക്ഷെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ എന്നെ നിഷേധിച്ച, തിരസ്കരിച്ച വ്യക്തികളൊക്കെ എന്നെ അംഗീകരിക്കുന്നതിന് ഇടവന്നു. ഞാൻ ആ സാഹചര്യത്തിൽ പ്രത്യാശയിൽ മുമ്പോട്ട് പോയപ്പോൾ. അതുകൊണ്ട് മനുഷ്യർ നമ്മളെ കൈവിട്ടാലും, ഉറ്റവരും ഉടയവരും നമ്മളെ കൈവിട്ടാലും കർത്താവ് കൈവിടത്തില്ല, കർത്താവ് കൂടെ നിൽക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ചില വ്യക്തികൾ ഉപകാരത്തിന് പകരം അപകാരം ചെയ്തെന്ന് വരും. സുഭാഷിതങ്ങൾ 17:3 വചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവർ. പക്ഷേ കർത്താവ് ഒരിക്കലും, നമ്മൾ കർത്താവിനെ ഒരു കാലത്ത് ദ്രോഹിച്ചവരാണെങ്കിൽ പോലും നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരു സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സൗഹൃദം നടിച്ച് മുതലെടുക്കാൻ നോക്കുന്ന വ്യക്തികളുണ്ടാകാം. നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന വ്യക്തികളുണ്ടാകാം. പ്രഭാഷകൻ 6:8 വായിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. യോഹന്നാൻ 15:15 നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിന്നെ വിളിക്കുന്നത് എൻ്റെ സുഹൃത്ത് എന്നാണ്. ഏറ്റവും നല്ല കറ തീർന്ന ഒരു സുഹൃത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് യേശുവിനെ തന്നെയാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് വിശ്വസിച്ച വ്യക്തികൾ ഒരുപക്ഷെ നമ്മളെ വഞ്ചിച്ചെന്ന് വരും. നമ്മളങ്ങനെ വഞ്ചിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 33:1 വചനം, വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുന്നവർക്ക് ദുരിതം. ദൈവം ഒരിക്കലും നമ്മളെ വഞ്ചിക്കത്തില്ല. മനുഷ്യർ നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വാസമർപ്പിച്ച വ്യക്തികൾ പോലും ഒരുപക്ഷെ നമ്മളെ വഞ്ചിച്ചെന്ന് വരും. ഇതെല്ലാം വിളിച്ചു പറയുന്നൊരു കാര്യം, നമ്മൾ മനുഷ്യരെക്കാൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം.
സ്നേഹം കിട്ടാനും ലാളന കിട്ടാനും ദൈവത്തിങ്കിലേക്കാണ് തിരിയേണ്ടത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം, ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് ദൈവം കഴിഞ്ഞിട്ടേ മനുഷ്യര് അവരുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കാവും. വിവാഹ ജീവിതമാണേലും കല്യാണത്തിന് മുമ്പും അല്ല, ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് ദൈവമാണ്. ആ ഒരു കാര്യം വിസ്മരിക്കരുത്. സങ്കീർത്തനം 118:8 വചനം പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്, അതെന്തിനും ഏതിനും. യെശയ്യാ 46:3 ഒരാളെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവിടെ തുടങ്ങി നരബാധിക്കുമ്പോൾ വരെ ഒരേ രീതിയിൽ സ്നേഹിക്കാൻ പറ്റുന്നത് ദൈവത്തിനാണ്. നമ്മുടെ ബെസ്റ്റിക്ക് പോലും അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12:13 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെപ്പോലെ കരുണയുള്ള കരുണാർദ്ര സ്നേഹമുള്ള മറ്റൊരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 3 തരം പാലൂട്ടിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്നാമത്തേത് പാപകരമായത്. എസെക്കിയേൽ 23:21 വായിച്ചാൽ ഒരേ അമ്മയുടെ 2 മക്കളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒഹോല, ഒഹോലിബ. എസെക്കിയേൽ 23:4 വചനത്തിൽ നമ്മൾ കാണുന്നു ഈ 2 മക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർക്കുണ്ടായത് യൗവനത്തിലെ വിഷയലമ്പടത്വം അവർ കൊതിച്ചു. അതെന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ അമിത കാമം. ഇനി അവരാഗ്രഹിച്ചത് കഴുതയുടെ പോലുള്ള ലിംഗവും അതുപോലെ കുതിരകളുടെ പോലെയുള്ള ബീജശ്രവണവും അവർ കൊതിച്ചു. എന്നിട്ടാണ് പറയുക 23 അധ്യായത്തിൻ്റെ 20 വചനത്തിൽ, ആ യൗവനത്തിൻ്റെ വിഷയ ലമ്പടത്വം അവർ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ചെയ്ത ചില കാര്യങ്ങൾ, ഈജിപ്തുകാർ വിജാതീയരാണ്, അവരുടെ മാറിടത്തിൽ അമർത്തി ഇളം സ്തനങ്ങളെ ലാളിച്ചു. ഇത് പാപകരമായ ഒരു കാര്യം, പാപസുഖം അവർ കൊതിച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ജാരസന്തതികളുമായിട്ട് അവർ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടു എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേത് അനുവദനീയമായ ലാളനം, പാലൂട്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഒരമ്മ പ്രസവിച്ച കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്നത്. അതുപോലെ തന്നെ 1 കൊറിന്തോസ് 7 അധ്യായം വായിക്കുമ്പോൾ വിവാഹിതരുടെ ഇടയിൽ അവർക്ക് ന്യായമായി അനുഭവിക്കാവുന്ന ലൈംഗിക സുഖാസ്വാദനം, അത് അനുവദനീയമായ കാര്യമാണ്. അത് പാപമാകാത്ത രീതിയിൽ അത് പ്രയോജനപ്പെടുത്താം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തേതാണ് മഹനീയമായ ഒരു പാലൂട്ട്. മഹനീയമായത്, അതേക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 66:12 മുതൽ വായിക്കുമ്പോൾ, ദൈവം അവരെ പുതിയൊരു ജനമാക്കി. എന്നിട്ട് ദൈവം ചെയ്ത ചില കാര്യങ്ങൾ, സാന്ത്വന സ്തന്യം പാനം ചെയ്യാൻ അവരെ അനുവദിക്കും. അതുപോലെ തന്നെ അവരെ പാലൂട്ടും, എളിയിൽ ഇരുത്തും, അമ്മയെപ്പോലെ ലാളിക്കും, ആശ്വസിപ്പിക്കും. ഇതെല്ലാം ദൈവം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 2 അധ്യായം 2 വചനത്തിൽ പറയുന്നുണ്ട്, രക്ഷയിലേക്ക് വളരാൻ പരിശുദ്ധാത്മാവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ നിങ്ങൾ കൊതിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മഹനീയമായ ഒരു പാലൂട്ടിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിയാൽ പിന്നെ വില കുറഞ്ഞ സന്തോഷങ്ങളുടെ പുറകെ നാം പോകില്ല. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.